നമസ്കാരം. ഇന്നത്തെ 10th പ്രിലിംസ് എക്സാമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആൻഡ് ഷോർട്ട് റിവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കട്ട് ഓഫ് എക്സ്പെക്റ്റേഷനും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സാമിന് കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു 30% ക്വസ്റ്റ്യൻസ് ആൻസറബിൾ ആയിരുന്നു. ഒരു 6ഓളം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ ഒരു 2 മാർക്ക് ഇല്ലെങ്കിൽ 3 മാർക്ക് നമുക്ക് നേടാമായിരുന്നു. അതേപോലെ സയൻസിൽ ഒരു 15 ചോദ്യത്തോളം ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. മാത്സിൽ ഒരു 15 ചോദ്യത്തോളം ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങളായിരുന്നു. പിന്നെ വന്നിരിക്കുന്നത് ബാക്കിയുള്ള സബ്ജക്റ്റുകളാണ്. അതും ബാക്കിയുള്ള സബ്ജക്റ്റുകളും ഈസിയും പിന്നെ ആവറേജ് എന്നുള്ള രീതിയിലുമാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ, ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾ ഈസിയും ആവറേജും കൂടി കലർന്നിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. നവോത്ഥാനത്തിൻ്റെ ചോദ്യങ്ങൾ ഇതേപോലെ ഈസി ചോദ്യങ്ങളുണ്ടായിരുന്നു, ആവറേജ് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ ജോഗ്രഫിയിൽ ഈസി ആൻഡ് ആവറേജ് ചോദ്യങ്ങളുടെ മിക്സ് ആയിരുന്നു വന്നത്. പിന്നെ വന്നത് കേരള ജോഗ്രഫി ഈസി ചോദ്യങ്ങളായിരുന്നു, ഫുൾ ഈസി ചോദ്യങ്ങളായിരുന്നു വന്നിരുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സ് വന്നിരുന്നത് ആവറേജ് ചോദ്യങ്ങളും എബോവ് ആവറേജ് ചോദ്യങ്ങളും അതേപോലെ ഈസി ചോദ്യങ്ങളുടെ മിക്സ്. അതായത് ഒരു 6 ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ 2 ചോദ്യങ്ങൾ ആൻസർ ചെയ്യാവുന്ന രീതിയിലായിരുന്നു. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് അത്രയെങ്കിലും ആൻസർ ചെയ്യാവുന്ന രീതിയിലായിരുന്നു. അതിൽ കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നല്ല, 6 ചെയ്തവരും ഉണ്ടാവും. അപ്പോൾ അത്രയും ആൻസർ ചെയ്യാവുന്ന രീതിയിലായിരുന്നു ചോദ്യങ്ങളുടെ ഒരു കിടപ്പോഷം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ നമ്മളീ പറഞ്ഞതുപോലെ ജി കെയിൽ തന്നെ 80 മാർക്ക് ജി കെയിൽ, സയൻസിൻ്റെ 20-ൽ 15 ചോദ്യങ്ങളും അതേപോലെ കറണ്ട് അഫയേഴ്സിൽ 6-ൽ 2 ചോദ്യങ്ങളാകുമ്പോഴത്തേക്ക് 17 ചോദ്യങ്ങളായി. ബാക്കിയുള്ള എത്രയാണ് 21 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സും സയൻസും കൂടി ഏകദേശം ചോദിച്ചത്. ബാക്കിയുള്ള ഏകദേശം 54 ചോദ്യങ്ങളാണ് അല്ലേ. 54 ചോദ്യങ്ങളിൽ ഒരു 70% ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് ഏകദേശം നിങ്ങൾക്കൊരു 37.8 മാർക്ക് നിങ്ങൾക്ക്, അതായത് 70% ചോദ്യങ്ങൾ ഈസിയും ആവറേജ് ആണ് എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം. അങ്ങനെ 37.8 മാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 37.8 നേരത്തെ പറഞ്ഞ 17 മാർക്കും കൂടി കൂട്ടുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടോട്ടൽ സ്കോർ ഒരു 54.8 ജി കെ ടോപ്പിക്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 54.8ൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കൊരു 15 മാർക്ക് മാത്സിനും കൂടി സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന്. അങ്ങനെ ഒരു 69.8 മാർക്ക് നിങ്ങൾക്ക് ടോട്ടൽ സ്കോർ ചെയ്യാൻ പറ്റും ഈ എക്സാമിന് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം. LGS ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം 69.8 ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എന്താ പറയുക, നോർമലൈസേഷൻ കൂടി ആകുമ്പോൾ 69.8 എന്നുള്ളത് ഒരു 80% കൂടുന്നതായിട്ട്, 80 മാർക്കിലോട്ട് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 80 മാർക്ക് നോർമലൈസേഷന് ശേഷം ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് മാത്രമല്ല ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. 80 മാർക്ക് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് വാങ്ങിക്കാൻ പറ്റുന്നൊരു പരീക്ഷയാണ് നോർമലൈസേഷൻ കഴിയുമ്പോൾ. നോർമലൈസേഷൻ ഇല്ലാതെ 69.8 മാർക്ക് വരെ, 70 മാർക്ക് വരെ. അപ്പോൾ 80 മാർക്ക് നോർമലൈസേഷൻ കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഈ നോർമലൈസേഷൻ കഴിഞ്ഞിട്ടൊരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിന് ഒരു 74 മാർക്ക് നോർമലൈസേഷൻ കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ സാധിക്കും. നോർമലൈസേഷൻ കഴിയുന്നതിന് മുമ്പ് ഈ എക്സാമിന് ഒരു ഫൈനൽ കീ വെച്ചിട്ട് ഒരു 65 മാർക്ക് ഒരു സ്റ്റുഡൻറ്റിന് വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ സ്റ്റുഡൻറ്റ് ഇതിൻ്റെ ലിസ്റ്റിലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അധികമൊന്നും ഡിലീഷനും കാര്യങ്ങളും ഒന്നും പ്രതീക്ഷിക്കേണ്ടാത്തൊരു എക്സാമാണ്. കാര്യം അത്രയും ഈസി ആയിട്ടുള്ള എക്സാമാണ്. അപ്പോൾ 65 മാർക്ക് എന്നുള്ളത് ഒരു സ്ട്രോങ് മാർക്കാണ് ഇതിനകത്ത് ഫൈനൽ കീ വെച്ചിട്ട്. അപ്പോൾ 65 മാർക്ക് എബോവ് ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് റേഞ്ച് നോർമലൈസേഷനെ ബാധിക്കും, മറ്റ് ഫേസുകളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എന്നുള്ള മാർക്കിനേക്കാൾ ഉപരി നിങ്ങൾ നോക്കേണ്ടത് ഫൈനൽ കീ വെച്ചുള്ള നിങ്ങളുടെ മാർക്കാണ്. ഫൈനൽ കീ വെച്ച് നിങ്ങൾക്ക് 65 മാർക്ക് എബോവ് ഉണ്ടെങ്കിൽ നോർമലൈസേഷൻ കൂടി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ സേഫ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഫേസിനേക്കാളും കുറച്ചുകൂടി ഈസി ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനാലിസിലോട്ട് നമ്മൾ എത്തുന്നത്. അപ്പോൾ സേഫ് മാർക്കായിട്ട് കരുതുന്ന ഒരു 65 മാർക്കാണ്. നിങ്ങൾക്ക് റിസർവേഷനോ മറ്റോ ഉണ്ട് എങ്കിലും ഈ ഒരു മാർക്കാണ് ഞാനൊരു ജനറലി സേഫ് മാർക്കായിട്ട് കരുതുന്നത്. ഇതിലും താഴെ മാർക്കുണ്ട് എങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക. ഒരിക്കലും നിങ്ങളുടെ ഡിറ്റർമിനേഷൻ വിടാതെ ലൈഫിൽ എപ്പോഴും നിങ്ങളുടെ എന്ത് ചാലഞ്ചുകൾ തന്നെയാണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ലൈഫിൽ ഒരുപാട് ചാലഞ്ചുകൾ നിങ്ങളുടെ ലൈഫിൽ വരും. ഈ ചാലഞ്ചുകളെല്ലാം നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നൽസ് ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. ഒരിക്കലും നിങ്ങൾ പ്രിപ്പറേഷൻ്റെ ടൈമിൽ ഒരിക്കലും അടി തെറ്റാതെ മുന്നോട്ട് പോയി വിജയത്തിലെത്തുമെന്ന്
ഉറപ്പോടെ മുന്നോട്ട് പോവുക. ഇത്രയും മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.